ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ നമ്മുടെ ഡ്രൈവറെ കാത്തിക്കാണ്, നമുക്കുള്ള വണ്ടിക്കാരനെ അങ്ങനെ കാത്തിക്കാണ്. നമ്മൾ ഇന്നോവക്കാരൻ വരാമെന്ന് പറഞ്ഞു. നമ്മളിനി നേരെ ബനിഹാൽ, ശ്രീനഗറിൽ നിന്ന് ബനിഹാൽ ട്രെയിൻ ഉണ്ടല്ലോ, ടോയ് ട്രെയിൻ, അതിന് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അത് കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല, കാരണം ഇന്നിവിടെ ഭാരത് ബന്ധായിട്ട് എല്ലാം അധികം ഷോപ്പും കാര്യങ്ങളും ഒക്കെ അടവാണ്, വണ്ടികളൊക്കെ കുറവാണ്, ടാക്സിക്കാരൊന്നും വല്ലാതെ കാണുന്നില്ല. അപ്പം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാലുള്ളൂ അവിടെ ശ്രീനഗറിന് ഇനി ബനിഹാലിക്കുള്ള ട്രെയിൻ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുക. അപ്പോൾ നമ്മളെ ഫ്രണ്ട് വന്ന് ഗായ്സ്, ഞങ്ങൾ ഇവിടുന്ന് വന്ന് പരിചയപ്പെട്ടാണ്. അപ്പം വന്ന് ഞങ്ങളെ കയറ്റി കൊണ്ടുപോകാൻ. എന്താ വീടിന് ഇവിടെ ബാക്കിൽ നിന്ന് കേട്ട് വെക്കണം. കേറും കേറും കേറും. काले को माची मैं कर देता हूँ, मैं करता हूँ, आप इधर आ जाओ. भैया ये बैग इधर रख, बैग इधर. ओके, थैंक यू. കാശ്മീർക്ക് വരുമ്പോൾ അവനെ വിളിച്ചു കഴിഞ്ഞാൽ വരും, വണ്ടി കൊണ്ട് വരും, അവന് നമ്മളെ പിക്ക് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ കാറിനൊക്കെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാ. ടാക്സി സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ എന്നാ പോ സമയത്ത് വേഗം. ഭയ്യാ ഓക്കെ, 20 അത് വാങ്ങിയതല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഇതാ ബനിഹാലിക്കുള്ള ടിക്കറ്റ് എടുത്തു. ബനിഹാലിക്കുള്ള ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 45, ഒരാൾക്ക് 45 അല്ലേ. ഇതാണ് ബനിഹാലിൻ്റെ ലാസ്റ്റാണ് ബനിഹാൽ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് നമുക്ക് റേറ്റ് വന്നത് 235 രൂപ. 235 അപ്പോൾ നമ്മളങ്ങനെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ശ്രീനഗർ ടു ബനിഹാൽ ട്രെയിനിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതിൽ ഒരാൾക്ക് വന്നത് 45 രൂപയാണ് കേട്ടോ, ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് വരുന്നത്. ഈ ലൈനിൻ്റെ ഇപ്പുറം നിൽക്കാൻ പറയുന്നുണ്ട് എല്ലാവരും. എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിനിനെ കാത്തു നിൽക്കുകയാണ്. ഭയങ്കര സ്ലോ ആണ്, തൊള്ളണ്ടോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് നമ്മളൊക്കെ ആദ്യമായിട്ട് നിലമ്പൂര് വണ്ടിയുണ്ട്. അതെ, ഞങ്ങൾ പാലത്തുമ്മ കൂടെയാണ് ഉണ്ടാവല്. അത്ര മതി.
ആ പൊളി. ഇതാണ് നമ്മളെ ബനിഹാൽ ശ്രീനഗർ ട്രെയിൻ കേട്ടോ. ചെയ്യരുത്. അയ്യോ ഇനി ഓടുക. ആരാംസെ ഭയ ആരാംസെ. അയ്യോ കേട്ടോ. ആൾക്കാർ കുറവാനും ഓ ഫില്ലായി. സീറ്റില്ല. കഴിഞ്ഞു കഴിഞ്ഞു മക്കളെ കഴിഞ്ഞു. ഇവിടെ ഒരാൾക്ക് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് ഇരിക്കാം. ഇതെന്താ അവസ്ഥ? അടിപൊളി കേട്ടോ. മഞ്ഞ നല്ല കഴിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ ബനിഹാൽ. ഇനി ഇവിടുന്ന് റിട്ടേൺ ശ്രീനഗർക്ക് തന്നെ പോകും. എന്താ തിരക്ക്, ആളുകൾ ഇറങ്ങാനായിട്ടില്ല. അപ്പോൾ ഭയങ്കര തിരക്കാണ്.
അപ്പൊ നമ്മളങ്ങനെ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാണ് അവിടെ മഞ്ഞ് കൊണ്ട് നടക്കും. ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ അടുത്ത് ടാക്സി വിളിച്ചാണ്ട് ജമ്മു തവിയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ ബനിഹാലിൽ നിന്ന് ജമ്മു തവിക്ക് പോകണം. റെയിൽവേയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുള്ള് വണ്ടിയാണ് അവിടെ. ഓരോരുത്തർ 250 പറയുന്നു, ഓരോരുത്തർ 200, 150. അങ്ങനെ ഞങ്ങൾ 100 ഇപ്പോൾ ചാലുവാക്കി ജമ്മു തവിക്ക്. അപ്പോൾ ഞങ്ങളെ ജമ്മു തവിയിൽ ഏറെക്കുറെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ ചെക്കന്മാർ ഇനി ഇവിടുന്ന് വിടുകയാണ്. ഇവര് നേരെ എവിടെ പോണ്? പഞ്ചാബൊക്കെ ഇവർ പോണ്. ഞങ്ങളും പഞ്ചാബ് പോകണം കരുതിയിരുന്നു. പിന്നെ അപ്പോൾ ഡൽഹി കവർ ചെയ്തുകൊണ്ട് പിന്നെ പഞ്ചാബൊക്കെ ആകുമ്പോഴാക്കും എന്തായാലും കുറേ ദിവസം. അപ്പോൾ പഞ്ചാബിനെ നമ്മൾ പിന്നൊരു ദിവസം പോകാം. ഇപ്പോൾ ഡൽഹി, ആഗ്ര, അജ്മീർ, അതാണ് നമ്മൾ കരുതല്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ജമ്മു തവിയിൽ എത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ ഏതാനും അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ. ഡൽഹിക്കുള്ള ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ.